ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മലബാറിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് ഫൗണ്ടേഷൻ കേരളത്തിന് അനുയോജ്യമായ പുതിയ നിക്ഷേപ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിക്ഷേപകർക്കും വ്യവസായികൾക്കും നയതന്ത്ര വിദഗ്ധർക്കും വേദി ഒരുക്കുകയാണ് കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ്. മെച്ചപ്പെട്ട മലബാർ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവിന് തുടക്കമിട്ടത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മലബാറിന്റെ സമഗ്ര വികസനത്തിനായി കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിന് തുടക്കം. പബ്ലിസിറ്റി മാനിയ ജേക്കബ് തോമസിന് വിനയായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ VM സുധീരൻ. അഭിഭാഷകരിൽ ഒരു വിഭാഗം ക്രിമിനലുകളായി പ്രവർത്തിക്കുകയാണെന്നും സുധീരൻ. അണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി അരീക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് അട്ടിമറി വിജയം. വാർത്തകൾ വിശദമായി. പബ്ലിസിറ്റി മാനിയ ജേക്കബ് തോമസിന് തന്നെ വിനയായതായി കോൺഗ്രസ് അധ്യക്ഷൻ VM സുധീരൻ. അഭിഭാഷകരിൽ ഒരു വിഭാഗം ക്രിമിനലുകളായി പ്രവർത്തിക്കുകയാണ്. ഇവർക്ക് ചില കോണുകളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എവിടെയോ അവർക്ക് എവിടെ നിന്നോ ഈ തെറ്റായി പ്രവർത്തിക്കാൻ മുന്നോട്ട് വരുന്ന അഭിഭാഷകർക്ക് ഏതോ കേന്ദ്രങ്ങളിൽ നിന്നും ഒരു സംരക്ഷണം കിട്ടുന്നു എന്നൊരു ധാരണ അവർക്കുള്ള പോലെയാണ് തോന്നുന്നത്. അഭിഭാഷക സമൂഹം എന്ന് പറയുന്നത് നമുക്കറിയാം ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അഭിഭാഷകരാകെ മോശക്കാരാണെന്ന് ആരും പറയില്ല. പക്ഷെ ഒരു ചെറിയ വിഭാഗം അഭിഭാഷകർ അവരൊരു തരത്തിലുള്ള ക്രിമിനൽ മനോഭാവത്തോടു കൂടിയിട്ടാണ് ഇത് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അത് അഭിഭാഷക സമൂഹം തന്നെ അവരെ തിരുത്താൻ തയ്യാറാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നില കേരളത്തിന് തുടരാനാവില്ല. ആകാംക്ഷയുടെയും ആശങ്കയുടെയും മുൾമുനയിൽ നിർത്തിയ 30 മിനിറ്റാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷമീലിന്റെ വിജയം ഉറപ്പാക്കിയത്. 416 വോട്ടുകൾക്കാണ് 41ാം ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിജയിച്ചത്. 2231 വോട്ടുകൾ ഷമീലിന് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ ടി മൊയ്തീൻ കോയയ്ക്ക് ലഭിച്ചത് 1815 വോട്ടുകളാണ്. സമയം 10 മണി. ടൌൺഹാളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പൂർണ്ണമായ നടത്തിപ്പിന് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവും സജ്ജം. വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ അണികളും റിസൾട്ടിനായി ആകാംക്ഷയോടെ പുറത്ത് കാത്തിരിപ്പ് തുടരുന്നു. 10:15 നിലവിലെ 5 ബൂത്തുകളിൽ 4 UDF ലീഡ് ആരംഭിച്ചു. അല്പനേരത്തേക്ക് ഒരു ബൂത്തിൽ മാത്രം LDF ലീഡ് നിലനിർത്തിയെങ്കിലും UDFന്റെ ആധിപത്യത്തിലായിരുന്നു പിന്നീട് കാര്യങ്ങൾ. ഇതോടെ സ്ഥലത്ത് കൂടുതൽ UDF അണികളെത്തി. സമയം പിന്നീട് മുദ്രാവാക്യത്തിനും ആഘോഷത്തിനും വഴിമാറി. ലീഡ് നിലനിർത്തുന്നതിനിടെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷമീലും പ്രവർത്തകർക്കൊപ്പം ടൌൺഹാളിലെത്തിയിരുന്നു. തുടർന്നുള്ള 15 മിനിറ്റും പ്രവർത്തകർ ആകാംക്ഷാഭരിതരായി കാത്തിരിപ്പ് തുടർന്നു. 10:40 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കി അനൗൺസ്മെന്റുമെത്തി. എതിർ സ്ഥാനാർത്ഥിയായ LDFന്റെ ടി മൊയ്തീൻ കോയക്കെതിരെ 416 വോട്ടിന് അട്ടിമറി വിജയം. മൊത്തം 2231 വോട്ടുകൾ. LDF, BJP എന്നിവർ യഥാക്രമം 1815, 390 വോട്ടുകൾ നേടി. കഴിഞ്ഞ വർഷം വിജയിച്ച VKC മുഹമ്മദ് കോയേക്കാൾ ഇരട്ടി വോട്ടുകളാണ് ഇത്തവണ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നേടിയത്. അട്ടിമറി വിജയം പാർട്ടി അർഹിക്കുന്നുണ്ടെന്നും LDFന്റെ ഭരണത്തിൽ മടുത്താണ് തങ്ങൾ വിജയം നേടിയതെന്നും മുഹമ്മദ് ഷമീൽ പറഞ്ഞു. ടി മൊയ്തീൻ കോയ 1815 വോട്ട്, മൊയ്തീൻ കോയ 22 വോട്ട്, സയ്യിദ് മുഹമ്മദ് ഷമീൽ SV 2230. തീർച്ചയായും അരീക്കാട് പ്രദേശത്തെ
ജനങ്ങളുടെ വിജയമാണിത്. ഇത് UDFന്റെ വിജയമാണ്. കാരണം ഒരുപാട് കാലമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമായി അരീക്കാട് പ്രദേശം മാറിയിട്ട് കുറേ വർഷങ്ങളായി. ഈ ജനങ്ങളുടെ മനസ്സിലുള്ള ആ രോഷം അണപൊട്ടി ഒഴുകി. അട്ടിമറി വിജയം ഏറ്റെടുത്ത അണികൾ പിന്നീട് നഗരത്തിൽ വിജയപ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. കേരളത്തിന് അനുയോജ്യമായ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും മലബാർ വികസനം സാധ്യമാക്കാനും GMI ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന് അനുയോജ്യമായ പുതിയ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താനും വികസനം ഊർജിതമാക്കാനും ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിന് തുടക്കമായി. ULCCS സൈബർ പാർക്കിൽ നടന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം ടൂറിസം മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും സമാധാനപരമായ സ്ഥലമാണ് കേരളം. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നത് കേരളത്തെ ബാധിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള ഈ കേരളത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സംരംഭങ്ങൾ കേരളത്തിലുണ്ടാകണം. നമ്മളൊരു കേരള മോഡൽ ഉണ്ടായിരുന്നു, നല്ല കേരള മോഡൽ. ആ കേരള മോഡൽ അതേപടി നിലനിൽക്കണം എന്നൊന്നുമല്ല ഗവൺമെന്റ് ആഗ്രഹം. അതിനെ വികസിപ്പിക്കണം. ആരോഗ്യ പരിരക്ഷയുടെ, വിദ്യാഭ്യാസത്തിന്റെ, മറ്റെല്ലാ മേഖലയിലും ലോകത്തിനോട് കടപിടിക്കാൻ കഴിയുന്ന രീതിയിൽ കേരളം മാറണം. ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ ലോഗോ പ്രകാശനം ചെയ്തു. തുടർന്ന് മന്ത്രിമാർ കോഴിക്കോട്ടെ വ്യവസായ പ്രമുഖരെ ആദരിച്ചു. Mr. PV Chandran for his yeoman service as a business leader in the Malabar region. MV Ahmed, Mr. Ramesh Paleri, and who has changed the face of Malabar, changed the face of Calicut. കേരളമാകെ വികസിക്കണമെന്നും മലബാർ അതിന്റെ പതാകവാഹകരായി നിലനിൽക്കണമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കേരളമാകെ വികസിക്കണം, മലബാർ അതിന്റെ പതാകവാഹകരായി നിൽക്കുകയും വേണം. മലബാറിന്റെ പാരമ്പര്യം അതാണ്. വാണിജ്യ, വ്യാവസായിക, സാംസ്കാരിക മേഖലയിൽ ഔന്നത്യം വഹിക്കുന്ന മഹിമയുണ്ടായിരുന്ന പ്രദേശമാണ് മലബാർ. വ്യത്യസ്ത മേഖലകളിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് അറിയാൻ നിരവധി വ്യവസായ പ്രമുഖരാണ് കോൺക്ലേവിൽ പങ്കെടുക്കാനെത്തിയത്. ജർമ്മനി, ഇറ്റലി, UAE, സൌദി അറേബ്യ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തി. MPമാരായ MK രാഘവൻ, MI ഷാനവാസ്, ET മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ്, MLAമാരായ ഡോക്ടർ MK മുനീർ, പ്രദീപ് കുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശമ്പളമില്ലാതെ 3 വർഷമായി ജോലി ചെയ്യുന്ന ഹയർ സെക്കൻഡറി അധ്യാപകരെ പുറത്താക്കുന്ന നടപടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടണമെന്ന് KHSTU സംസ്ഥാന പ്രസിഡന്റ് KT അബ്ദുൾ ലത്തീഫ്. ഹയർ സെക്കൻഡറി അധ്യാപകരോടുള്ള ഗവൺമെന്റിന്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ പ്രക്ഷോഭ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹയർ സെക്കൻഡറി തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവും അധിക ജോലിഭാരം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കവും ഉപേക്ഷിക്കുക. 3 വർഷമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ഉടൻ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ പ്രക്ഷോഭ സംഗമം നടത്തിയത്. KHSTU ഹാളിൽ നടന്ന സംഗമം സംസ്ഥാന പ്രസിഡന്റ് KT അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ശമ്പളമില്ലാതെ 3 വർഷമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ പുറത്താക്കുന്ന നടപടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇടപെടണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി ഹയർ സെക്കൻഡറിയിൽ മുഴുവൻ അധ്യാപകർക്കും തസ്തികയും ശമ്പളവും അനുവദിക്കുന്നതുവരെ KHSTU പ്രക്ഷോഭം തുടരും. നവംബർ 30-നകം നിയമപ്രകാരം അംഗീകരിക്കേണ്ട തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ ഡിസംബർ 1 മുതൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും അധ്യാപക കൂട്ടായ്മ പറഞ്ഞു. സംഘടനാ വൈസ് പ്രസിഡന്റ് CTP ഉണ്ണിമൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PM കൃഷ്ണൻ നമ്പൂതിരി, VK അബ്ദുറഹ്മാൻ, ഷമീല നിലമ്പൂർ, VP അബ്ദുസലീം, S സന്തോഷ് കുമാർ, A അബൂബക്കർ, P ഷമീർ, സജിദ്, ഷമീർ പുതുപ്പാടി, അസീസ് നരിക്കലക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. O ഷൌക്കത്ത് അലി, സുനിൽ CP, ഹാസിമുദ്ദീൻ, PC മുഹമ്മദ് സിറാജ് തുടങ്ങിയവരാണ് സംഗമത്തിന് നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിവിൽ സ്റ്റേഷനിലെ പൂട്ടിയ മദ്യഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് മദ്യഷോപ്പ് വിരുദ്ധ ജനകീയ സമിതി സമരം ശക്തമാക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്തതിനാൽ കോർപ്പറേഷൻ താഴിട്ടു എങ്കിലും ബീവറേജസ് കോർപ്പറേഷൻ തുറപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇതോടെ മദ്യഷോപ്പ് OP രാമൻ റോഡിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമായി.
ഒരു പ്രദേശത്ത് തന്നെ മദ്യം ഒഴുക്കണമെന്ന വാശിയാണ് സിവിൽ സ്റ്റേഷൻ OP രാമൻ റോഡിലും മദ്യവിൽപ്പനശാല ആരംഭിക്കാൻ കാരണമായതെന്ന് സിവിൽ സ്റ്റേഷൻ മദ്യഷോപ്പ് വിരുദ്ധ ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ചുരുങ്ങിയ ചുറ്റളവിൽ ഏകദേശം 5ഓളം മദ്യവിൽപ്പനശാലകളാണ് ഈ ജനനിബിഡമായ പ്രദേശത്തുള്ളത്. ഇതുമൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന വിഷമതകൾ ഏറെയാണ്. ഇതിനെതിരെ സാമൂഹിക സാംസ്കാരിക മദ്യവിരുദ്ധ സംഘടനകളുടെ ഒറ്റക്കെട്ടായി നടത്തിയ സമരത്തിന്റെ ഫലമായി ലൈസൻസ് ഇല്ലാത്തതിനാൽ മദ്യഷാപ്പ് അടച്ചുപൂട്ടിയെങ്കിലും ബീവറേജ് കോർപ്പറേഷൻ വീണ്ടും തുറപ്പിക്കുമെന്ന് ആശങ്കപ്പെടുകയാണ് സമരസമിതി നേതാക്കൾ. ജനവാസമില്ലാത്ത മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ മദ്യവിൽപ്പനശാല മാറ്റണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് ഒക്ടോബർ 25-ന് കളക്ടറേറ്റിലേക്കും മദ്യഷോപ്പ് കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ അജണ്ടയാവുന്ന ഒക്ടോബർ 24-ന് കോർപ്പറേഷൻ ഓഫീസിലേക്കും മാർച്ച് നടത്തുമെന്ന് മദ്യഷാപ്പ് വിരുദ്ധ ജനകീയ സമിതി ചെയർമാൻ KC ശോഭിത, അഷ്റഫ് ചേലാട്ട് തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂർവ്വമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ഫോക്ലോറിനെ പുനർജീവിപ്പിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അന്താരാഷ്ട്ര സെമിനാർ. ഫോക്ലോർ സംസ്കാരം പഠനമാകുമ്പോൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ജർമ്മനി ട്യൂബിംഗൻ സർവകലാശാല ഗുണ്ടട്ട് ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ സ്കറിയ സക്കറിയ ഉദ്ഘാടനം ചെയ്തു. തലമുറകളിലൂടെ കൈമാറി വന്ന നാട്ടറിവ് അഥവാ ഫോക്ലോറിനെ പുനർജീവിപ്പിക്കുകയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നടന്ന അന്താരാഷ്ട്ര സെമിനാർ. പാരമ്പര്യമായി കിട്ടിയ അറിവിനെ ആധുനിക ജനതയ്ക്ക് പരിചയപ്പെടുത്താനും നാടോടി വിജ്ഞാന ഗവേഷണം സംബന്ധിച്ച് പഠനം നടത്താനുമുള്ള അവസരം കൂടിയായിരുന്നു ഫോക്ലോർ സെമിനാർ. കോഴിക്കോട് സർവകലാശാലയിലെയും മലബാർ ക്രിസ്ത്യൻ കോളേജിലെയും മലയാള പഠന വിഭാഗങ്ങളും പൂർണ്ണ പബ്ലിക്കേഷൻസും സംയുക്തമായാണ് സെമിനാറിന് വേദിയൊരുക്കിയത്. ഫോക്ലോർ സംസ്കാരം പഠനമാകുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാർ ജർമ്മനി ട്യൂബിംഗൻ സർവകലാശാല ഗുണ്ടർട്ടു ചെയർ പ്രൊഫസറായ ഡോക്ടർ സ്കറിയ സക്കറിയ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗോഡ്വിൻ സാംരാജ് DP ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇറ്റാലിയൻ നടിയും നർത്തകിയുമായ ജിയോവാനി മരിയ സുമോ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഷെഫീഖുള്ള അമീൽ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ആദ്യ സെഷനിൽ സംസാരിച്ചു. തുടർന്നുള്ള 10 സമാന്തര സെഷനുകളിൽ 86 പ്രബന്ധങ്ങളാണ് വിദ്യാർത്ഥികളും ഫോക്ലോർ വിദഗ്ധരും അവതരിപ്പിച്ചത്. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ KV തോമസ്, NE മനോഹർ, പ്രൊഫസർ ബെറിൽ ഗിൽബർട്ട്, ഡോക്ടർ ഉമർ തറമേൽ തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാഷ്ട്രഭാഷയായ ഹിന്ദി ഭാഷയോടുള്ള വിവേചനത്തിനെതിരെ അധ്യാപകരുടെ പ്രതിഷേധം. ജില്ലയിലെ ഹിന്ദി അധ്യാപകരാണ് DDE ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷയായ ഹിന്ദി ഭാഷയോടുള്ള വിവേചനത്തിനെതിരെയാണ് ഈ അധ്യാപകർ രംഗത്തിറങ്ങിയത്. കാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ഭാഷാധ്യാപകർക്ക് വേണ്ട പരിഗണന നൽകുന്നില്ലെന്ന ആരോപണവും നിലനിൽക്കെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനെത്തിയത് ജില്ലയിലെ ഹിന്ദി അധ്യാപക മഞ്ചാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി DD ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് മെമ്പർ MA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ഭാഷകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകുമ്പോൾ ഹിന്ദിക്ക് ആവശ്യമായ അംഗീകാരം പോലും ലഭിക്കുന്നില്ലെന്ന് അധ്യാപകർ ആരോപിക്കുന്നു. LTTC, DLEP കോഴ്സുകൾ BEdന് തുല്യമാക്കിയ ഉത്തരവ് റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുക, ഭാഷാധ്യാപകർക്ക് HM പ്രൊമോഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ശക്തമാണ്. സ്കൂളുകളിൽ ഹിന്ദി പഠനം കാര്യക്ഷമമാക്കണമെന്നും അധ്യാപകർ പറയുന്നു. ഇക്കാര്യം പരിഹരിക്കാൻ 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനവും 5ാം ക്ലാസ് മുതൽ ഹിന്ദിക്ക് കൂടുതൽ പീരീഡുകളും അനുവദിക്കണം. ഇത്തരം ആവശ്യങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് അധ്യാപകരുടെ തീരുമാനം. DD ഓഫീസിന് മുന്നിൽ നടന്ന ധർണയിൽ ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് മാസ്റ്റർ, സത്യനാഥൻ, രാമകൃഷ്ണൻ മുണ്ടക്കര, ഷെരീഫ്, ഫൈസൽ കിനാലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണരംഗത്തെ അഴിമതി തടയാൻ സംസ്ഥാനത്ത് സ്വതന്ത്രവും ജുഡീഷ്യൽ അധികാരവുമുള്ളതുമായ വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. താൽക്കാലികമായ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ മാത്രമായി വിജിലൻസ് അന്വേഷണങ്ങൾ മാറുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി.
കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 8 മന്ത്രിമാർക്കെതിരെ നടന്ന നിരവധി കേസുകളിലെ വിജിലൻസ് അന്വേഷണങ്ങൾ പ്രഹസനങ്ങളായി അവസാനിച്ചു. അക്കാലത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ നടന്ന അന്വേഷണത്തിനും അതേ ഗതി തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിലെ ചില മന്ത്രിമാരുടെ അന്വേഷണം മുറുകിയതോടെ വിജിലൻസ് ഡയറക്ടറെ പ്രതിക്കൂട്ടിലാക്കി രാജിവെപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു. അഴിമതിക്കെതിരെ നിലവിലെ അന്വേഷണ ഏജൻസികളിലൊന്നിലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന് വഴങ്ങേണ്ടി വരുന്ന അന്വേഷണ ഏജൻസികളുടെ മോശം ട്രാക്ക് റെക്കോർഡാണ്. അതില്ലാതാകണമെങ്കിൽ ജുഡീഷ്യൽ അധികാരമുള്ള സ്വതന്ത്ര വിജിലൻസ് കമ്മീഷൻ ഉണ്ടാകണം. അഴിമതിക്കെതിരെയുള്ള നിലപാട് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ അതിനായുള്ള ബില്ല് പിണറായി വിജയൻ കൊണ്ടുവരണമെന്നും വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാവ്യഭൂമി സാഹിത്യ പുരസ്കാരം യുവ എഴുത്തുകാരി നവീന സുഭാഷിന് സമർപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് ക്യാഷ് അവാർഡും ഫലകവും നൽകിയത്. ഇത്തവണത്തെ കാവ്യഭൂമി സാഹിത്യ പുരസ്കാരത്തിന് 113 കാവ്യ സമാഹാരങ്ങളായിരുന്നു മത്സരത്തിനുണ്ടായിരുന്നത്. ഇതിൽ നിന്നുമാണ് യുവ എഴുത്തുകാരി നവീന സുഭാഷിന്റെ ഘടികാരക്കിളികൾ തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നവീന സുഭാഷിന് പുരസ്കാരം സമർപ്പിച്ചു. ചടങ്ങിന് ശേഷം കവിയരങ്ങും നടന്നു. പ്രശസ്ത കവി PP ശ്രീധരനുണ്ണി കവിയരങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ രഘുനാഥൻ കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. കവി മേലൂർ വാസുദേവൻ, നാടകകൃത്തും കവിയുമായ ബാലൻ കുന്നത്തറ, സുരേഷ് പാറപ്പുറം, ബിജു TR പുത്തഞ്ചേരി, സുജിത് കുട്ടനാരി, നവീന സുഭാഷ്, ഷിജു കുമുള്ളി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അധ്യാപിക പരിശീലന വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലാസ് നടന്നത്. കേരള എഡ്യൂക്കേഷൻ കൌൺസിലിന്റെ അംഗീകൃത മോണ്ടിസോറി പ്രീ പ്രൈമറി TTC പഠന കേന്ദ്രമായ ചാലപ്പുറം മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്ററിലെ അധ്യാപിക പരിശീലന വിദ്യാർത്ഥികൾക്കാണ് വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ദേവകിയമ്മ മെമ്മോറിയൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പളുമായ ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. കോഴിയുടെ ഇറച്ചിക്ക് ചിക്കൻ ആണ്, ആടിന്റെ ഇറച്ചിക്ക് മട്ടൺ ആണ്, കാളയുടെ ഇറച്ചിക്ക് ബീഫ് ആണ്, പന്നിയുടെ ഇറച്ചിക്ക് പോർക്ക് ആണ്. സ്കൂളിൽ UKG പഠിപ്പിച്ചിട്ടുണ്ട്. മാനിന്റെ ഇറച്ചിക്ക് എന്താണ് ഹോംവർക്ക് കൊടുത്തത് അമ്മയ്ക്ക് ചെയ്യാൻ. ടീച്ചറായ അമ്മയ്ക്ക് അതുകൊണ്ട് പ്രൊഫസർക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ച് രാവിലെ തന്നെ വന്നു നോക്കിയത്. പ്രൊഫസർക്ക് അറിഞ്ഞൂടാ. ഞാൻ പ്രിയപ്പെട്ടവരെ ഇത് പഠിച്ചത് LKG-കാരന്റെ പുസ്തകത്തിനാണ്. നിങ്ങൾക്ക് വേണം പഠിച്ചോളൂ. കുട്ടികളിൽ വ്യക്തമായ ദിശാബോധവും ആത്മവിശ്വാസവും പകരാൻ വേണ്ടിയാണ് അധ്യാപക വിദ്യാർത്ഥിനികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തിയത്. ചടങ്ങിൽ മോഡൽ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ സെന്റർ പ്രിൻസിപ്പൽ P ശ്യാമള, പൌരാവകാശ സംരക്ഷണ വേദി ജില്ലാ പ്രസിഡന്റ് അനിൽകുമാർ പേരാമ്പ്ര, ധനലക്ഷ്മി V, നീതു TP, ശ്വേത സുനിൽ, ശ്രീന MV, അഖില AG, റെജിന KP, അഫ്ര അഹമ്മദ് സലാമത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ഏകവ്യക്തി നിയമം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികൾ ഏകപക്ഷീയവും ജനങ്ങളിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നതുമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മുതലക്കുളം മൈതാനിയിൽ നടന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതു സർക്കാർ അഴിമതിയുടെ ചളിക്കുണ്ടിലാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുതലക്കുളം മൈതാനിയിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാർ തങ്ങൾ നടത്തിയ അഴിമതി സ്വയം സമ്മതിച്ച് പുറത്തുപോവുകയാണ്. മന്ത്രിയായിരിക്കെ കുടുംബക്ഷേത്ര നവീകരണത്തിന് തേക്ക് സൌജന്യമായി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വനംമന്ത്രിക്ക് EP ജയരാജൻ കത്തെഴുതിയ കാര്യവും പുറത്തു വന്നിരിക്കുകയാണ്. ബന്ധു നിയമനങ്ങളെക്കുറിച്ച് ആരോപണമുയർന്നപ്പോൾ കേവലം 2 നിയമനങ്ങൾ മാത്രം റദ്ദാക്കി ബാക്കിയുള്ളവ സാധൂകരിക്കാനുള്ള ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നാദാപുരത്തും കണ്ണൂരിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോൾ സമാധാന യോഗം വിളിച്ചു ചേർക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. ഇനിയെങ്കിലും തെറ്റിതിരുത്താൻ സർക്കാർ തയ്യാറാവണം. സമാധാന യോഗം സംഘടിപ്പിക്കുന്നതിന് അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു.
യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പി നൌഷീർ, ജയ്സൽ അത്തോളി, നിജേഷ് മുതുകാട്, KM അഭിജിത്ത്, R ഷഹീൻ, ഷബീർ നളന്ത, രഞ്ജിത്ത് ജിതേഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ എന്നിവരെ ഉമ്മൻചാണ്ടി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ MP മാരായ MK രാഘവൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MI ഷാനവാസ്, മുൻ മന്ത്രിമാരായ സിറേഖ് ജോൺ, MT പത്മ, KPCC ജനറൽ സെക്രട്ടറിമാരായ PM സുരേഷ് ബാബു, N സുബ്രഹ്മണ്യൻ, കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാൻ, KPCC സെക്രട്ടറിമാരായ K ജയന്ത്, K പ്രവീൺകുമാർ, PM അബ്ദുറഹിമാൻ, സത്യൻ കടിയങ്ങാട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 14ാമത് ഓർച്ചാഡ് ഇന്ത്യ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഈ വർഷം 96 വിദ്യാർത്ഥികളും 13 സ്കൂളുകളും അവാർഡിന് അർഹരായി. ഒക്ടോബർ 29 കോഴിക്കോട്ടും നവംബർ 4 തിരുവനന്തപുരത്തും അവാർഡുകൾ വിതരണം ചെയ്യും. സംസ്ഥാന തലത്തിൽ നടത്തിയ മത്സരത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകുന്നത്. സാംസ്കാരിക ചരിത്രം, സംഗീതം, നൃത്തം തുടങ്ങിയ ക്ലാസിക് കലകൾ, നാടൻ കലകൾ എന്നീ വിഷയങ്ങളിലെ പൊതുവിജ്ഞാനവും കഥാരചന, കവിത, ചിത്രരചന എന്നിവയിൽ മികച്ച പ്രായോഗിക കഴിവും തെളിയിച്ച 96 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് കൊടുക്കുന്നത്. LKG മുതൽ +2 വരെ 7 ഗ്രൂപ്പുകളിലായി നടത്തിയ മത്സരങ്ങളിൽ 13 ഒന്നാം റാങ്കും 21 രണ്ടാം റാങ്കും 33 മൂന്നാം റാങ്കും 29 നാലാം റാങ്കും വിദ്യാർത്ഥികൾ പങ്കിട്ടു. ഒന്നാം റാങ്ക് നേടിയ സ്കൂളുകൾക്ക് വേണ്ടി ഓർച്ചാഡ് ഇന്ത്യ ചിൽഡ്രൻസ് തിയേറ്റർ ഏർപ്പെടുത്തിയ പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരത്തിന് 13 സ്കൂളുകളും അർഹരായി. വടക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും പ്രൊഫസർ എരുമേലി പരമേശ്വരൻ പിള്ള പുരസ്കാരവും ഒക്ടോബർ 29 കോഴിക്കോട് KP കേശവ മേനോൻ ഹാളിൽ MT വാസുദേവൻ നായർ വിതരണം ചെയ്യുമെന്നും ഓർച്ചാഡ് ഇന്ത്യ ചെയർമാൻ പുരുഷൻ കടലുണ്ടി MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടകര തണലും കൊയിലാണ്ടി നഗരസഭയും ചേർന്ന് സംഘടിപ്പിച്ച വൃക്കയ്ക്കൊരു തണൽ കിഡ്നി മെഗാ എക്സിബിഷൻ കാണാൻ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും വൻ പങ്കാളിത്തം. കൊയിലാണ്ടി ടൗൺ ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ഈ മാസം 23 പ്രദർശനം സമാപിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂർ പരിയാരം മലബാർ ക്യാൻസർ സൊസൈറ്റി എന്നിവരുടെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. കൊയിലാണ്ടി മേഖലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ പ്രദർശനം കാണാനെത്തുന്നുണ്ട്. വൃക്കയുടെ പ്രവർത്തനങ്ങൾ, വൃക്കരോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ, ചികിത്സാ രീതികൾ, വൃക്ക സംരക്ഷണ മാർഗ്ഗങ്ങൾ എന്നിവയെല്ലാം പ്രതിപാദിക്കുന്നതാണ് പ്രദർശനം. മനുഷ്യ ശരീരവും ശരീരഭാഗങ്ങളും പ്രദർശിപ്പിച്ച് പ്രവർത്തനങ്ങളും രോഗവും രോഗസാധ്യതകളും എക്സിബിഷനിൽ വിശദീകരിക്കുന്നുണ്ട്. വൃക്കയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയുമുണ്ട്. ക്യാൻസർ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനുള്ള പരിശോധനയും എക്സിബിഷനോടനുബന്ധിച്ച് നടക്കുന്നു. വൃക്ക രോഗസാധ്യതയുണ്ടോ എന്നറിയാനായി വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മൂത്രത്തിലെ അൽബൂമിൻ അളവ് പരിശോധനയും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. മൂത്രപരിശോധനയിൽ അൽബൂമിൻ കണ്ടെത്തുന്നവർക്ക് രക്തപരിശോധനയ്ക്കും സൌകര്യമുണ്ട്. പ്രദർശനത്തിന്റെ മുന്നോടിയായി ഇക്ര ആശുപത്രിയുമായി സഹകരിച്ച് കുട്ടികളിൽ വൃക്കരോഗ പരിശോധന നടത്തിയിരുന്നു. വൃക്കരോഗ മുക്തി നേടിയ നാട് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി വടകര തണൽ ഡയാലിസിസ് സെന്ററാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 23 വരെയാണ് എക്സിബിഷൻ. പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ K സത്യൻ അധ്യക്ഷത വഹിച്ചു. കൊയിലാണ്ടി CI K ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീജ പട്ടേരി, C രാധ, പന്തലായിനി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീഷ്, നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ V സുന്ദരൻ, വടകര തണൽ ചെയർമാൻ ഡോക്ടർ ഇദ്രീസ്, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ K ഗീതാനന്ദൻ, നഗരസഭാ കൌൺസിലർ K വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ഓയിസ്ക ഇന്റർനാഷണൽ വനിതാ വിഭാഗവും വോയിസ് ഓഫ് കാലിക്കറ്റ് ലയൺസ് ക്ലബ് ഇന്റർനാഷണലും സംയുക്തമായി ഗാനസന്ധ്യ നൊസ്റ്റാൾജിയ സംഘടിപ്പിച്ചു. ടാഗോർ ഹാളിൽ നടന്ന ഗാനസന്ധ്യയിൽ മുതിർന്ന ഗായകരായ B വസന്ത, കൃഷ്ണചന്ദ്രൻ, യുവഗായകൻ സുനിൽകുമാർ എന്നിവരെ ആദരിച്ചു. സംഗീത വസന്തം പെയ്തിറങ്ങിയ സന്ധ്യയിൽ മുതിർന്ന ഗായകരായ B വസന്ത, കൃഷ്ണചന്ദ്രൻ എന്നിവരെയും കോഴിക്കോടിന്റെ യുവഗായകൻ സുനിൽകുമാറിനെയും ആദരിച്ചു. ലയൺസ് ക്ലബ് ഇന്റർനാഷണലും ഓയിസ്ക ഇന്റർനാഷണൽ വനിതാ വിഭാഗവും വോയിസ് ഓഫ് കാലിക്കറ്റും ചേർന്നാണ് ഗാനസന്ധ്യ നൊസ്റ്റാൾജിയ ഒരുക്കിയത്. അവാർഡ് വിതരണ ചടങ്ങ് ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ K ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ VK കൃഷ്ണകുമാർ അധ്യക്ഷം വഹിച്ചു. B വസന്തയ്ക്ക് K ശിവപ്രസാദ് അവാർഡ് സമ്മാനിച്ചു. മലബാർ കണ്ണാശുപത്രി ചെയർമാനും ചീഫ് കൺസൾട്ടന്റ് സർജനുമായ ഡോക്ടർ KS ചന്ദ്രകാന്ത് പൊന്നാടി അണിയിച്ചു. K സുജിത് കൃഷ്ണചന്ദ്രന് അവാർഡ് നൽകി. ഓയിസ്ക ഇന്റർനാഷണൽ വനിതാ വിഭാഗം സെക്രട്ടറി സീന വിജയൻ പൊന്നാടി അണിയിച്ചു. ഗണേഷ് കണിയറക്കൽ സുനിൽകുമാറിന് അവാർഡ് സമ്മാനിച്ചു. CP നാരായണൻകുട്ടി പൊന്നാടി അണിയിച്ചു. സിനോൻ ചെക്കാട്ട് ഓയിസ്ക ഇന്റർനാഷണൽ വനിതാ വിഭാഗം പ്രസിഡന്റ് KM ലേഖ എന്നിവർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. ഓയിസ്ക ഇന്റർനാഷണൽ സൌത്ത് ഇന്ത്യ സെക്രട്ടറി ജനറൽ M അരവിന്ദ് ബാബു, ഫൌസിയ മുബഷീർ, K പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു.
ബി വസന്തയും കൃഷ്ണചന്ദ്രനും സുനിൽകുമാറും ചേർന്ന് മതമൈത്രി ഗാനം ആലപിച്ച് സംഗീത പരിപാടിക്ക് തുടക്കം കുറിച്ചു. റോഷ്നി മേനൻ, ഉണ്ണിമായ, വിനീത് കൃഷ്ണ, ഋതിക, ദിവ്യ തുടങ്ങിയവരും ഗാനങ്ങൾ ആലപിച്ചു. മധു കീബോർഡിലും സുധീർ ഫ്ലൂട്ടിലും, സജി ജോൺ മിൽട്ടൺ, ടെറൽ മിൽട്ടൺ എന്നിവർ വയലിനിലും, ഹാഷിഷ് ശശികൃഷ്ണ എന്നിവർ ഗിറ്റാറിലും, രാജ് കാലിക്കറ്റ് റിഥം പാഡിലും, ദിനേഷ് ഡ്രംസിലും, വിനോദ് കുമാർ, ബിജു എന്നിവർ തബലയിലും പശ്ചാത്തല സംഗീതമൊരുക്കി. അനിൽ ലയതരംഗ് ഗാനവിവരണം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നത് മനുഷ്യരുടെ ജീവനെടുക്കാൻ. വെസ്റ്റ് ഹിൽ ബാരക്സ് ജംഗ്ഷനിലാണ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം അപകടവും അപകട മരണങ്ങളും പതിവായിരിക്കുന്നത്. അപകടം സ്ഥിരമായി നടക്കുന്ന ഈ ജംഗ്ഷനിൽ ഡിവൈഡർ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ രംഗത്തെത്തി. സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ കാരണം മനുഷ്യജീവനുകളാണ് റോഡിൽ പൊലിയുന്നത്. എന്ത് നടപടിയെടുത്താലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന മട്ടിലാണ് ഇവരുടെ കുതിച്ചുപായൽ. സ്ഥിരം അപകട മേഖലയായ വെസ്റ്റ് ഹിൽ ബാരക്സ് ജംഗ്ഷനിൽ ദിശ തെറ്റി കുതിച്ചു വന്ന സ്വകാര്യ ബസ്സിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കോയറോഡ് സഫ്രീൻ മൻസിൽ അമീറിനെ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാരക്സ് റോഡിലേക്ക് തിരിയാൻ സിഗ്നലിട്ട് കാത്തുനിന്ന അമീറിനെ അമിത വേഗതയിൽ തെറ്റായ ദിശയിൽ വന്ന കണ്ണൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഇമ്പീരിയൽ ബസ്സാണ് ഇടിച്ചു തെറിപ്പിച്ചത്. അപകടമുണ്ടായ ഉടനെ ബസ് ഡ്രൈവർ ഇറങ്ങിയോടിയത് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കിന് കാരണമായി. പോലീസ് എത്തിയാണ് ബസ് നീക്കം ചെയ്തത്. വീതിയേറിയ ബാരക്സ് ജംഗ്ഷനിൽ 2 ആഴ്ച മുൻപ് കാൽനട യാത്രികനെ സ്വകാര്യ ബസ് ഇടിച്ചിട്ടു. അന്നും മറ്റു വാഹനങ്ങളെ മറികടന്ന് തെറ്റായ ദിശയിൽ വന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി കൃഷ്ണദാസാണ് ബസ്സിനിടയിൽപ്പെട്ട് മരണമടഞ്ഞത്. ഈ ഭാഗത്ത് റോഡ് വീതി കൂട്ടിയതിനു ശേഷം ഈ ഭാഗത്തെത്തുമ്പോൾ ബസ്സുകൾക്ക് അമിത വേഗമാണെന്ന് നാട്ടുകാർ പറയുന്നു. എതിരെ വരുന്ന വാഹനങ്ങളെ ഗൌനിക്കാതെയാണ് സ്വകാര്യ ബസ്സുകൾ തെറ്റായ ദിശയിലേക്ക് കയറി വരുന്നത്. കഴിഞ്ഞ ദിവസം അപകടമുണ്ടായപ്പോഴും ഇവിടെ ഡിവൈഡർ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പോലീസിനോട് ആവശ്യപ്പെട്ടു. ഡിവൈഡർ വെക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി വേണമെന്നായിരുന്നു മറുപടി. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച് കൂടുതൽ ജീവനുകൾ പൊലിയാതെ നോക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതേ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ബൈക്കുകൾ കൂട്ടിയിടിച്ച് മറ്റ് 2 അപകടങ്ങൾ കൂടിയുണ്ടായി. ബാരക്സ് റോഡിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതുമായ വാഹനങ്ങളും ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നത്. റോഡിന്റെ ക്രമാതീതമായ വീതി കുറവ് കാരണം വാഹനങ്ങൾ അശ്രദ്ധമായി കുതിച്ചു പായുന്നതാണ് കാരണമാകുന്നത്. വാഹനങ്ങൾക്കോ ആളുകൾക്കോ റോഡ് കുറുകെ കടക്കാൻ ഒരു വാഹനം വേഗത കുറച്ചാൽ പുറകെ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് കുതിക്കുന്നതാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. ഡിവൈഡറുകൾ ഉണ്ടെങ്കിൽ തെറ്റായ ദിശയിലേക്ക് കയറുന്നത് ഒഴിവാക്കാനാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സെൻട്രൽ ലൈബ്രറി ഇനി മുതൽ ആനക്കുളം സാംസ്കാരിക നിലയത്തിൽ. കിളിയനാട് പുതിയ കെട്ടിടം പണിയാൻ ആരംഭിച്ചതോടെയാണ് ലൈബ്രറി ആനക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചത്. ലൈബ്രറിയുടെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ ലൈബ്രറി കെട്ടിടവും ഉറൂബ് മ്യൂസിയവും ഇനി മുതൽ ആനക്കുളം സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കും. പ്രദീപ് കുമാർ MLA ഫണ്ടിൽ നിന്ന് 1.65 കോടി രൂപ ചിലവിട്ട് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ലൈബ്രറിയും മ്യൂസിയവും സാംസ്കാരിക നിലയത്തിലേക്ക് മാറ്റിയത്. കിളിയനാടാണ് പുതിയ കെട്ടിടം വരുന്നത്. ലൈബ്രറി സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ സെൻട്രൽ ലൈബ്രറി പ്രസിഡന്റ് ചൂലൂർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC അനിൽകുമാർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് N ശങ്കരൻ, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് P മുരളീധരൻ, ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി K ചന്ദ്രൻ, M ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ധാർമ്മികതാ ദിനപത്രം മാസിക 2ാമത് എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകർ, കലാ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എഴുത്തുകാർ തുടങ്ങി നിരവധി തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവാർഡിന് അർഹരായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകത്തോട് കിടപിടിക്കുന്ന രീതിയിൽ കേരളത്തെ വികസിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ. മലബാറിന്റെ സമഗ്ര വികസനത്തിനായി കേരള ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിന് തുടക്കം. പബ്ലിസിറ്റി മാനിയ ജേക്കബ് തോമസിന് വിനയായെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ VM സുധീരൻ. അഭിഭാഷകരിൽ ഒരു വിഭാഗം ക്രിമിനലുകളായി പ്രവർത്തിക്കുകയാണെന്നും സുധീരൻ.
അണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി അരീക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് അട്ടിമറി വിജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.